ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു സാരി പെയിൻറ്റിങ് വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നീണ്ട കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനിയെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട്. ദൈവം സഹായിച്ചാൽ അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നല്ല സാറ്റൺ മെറ്റീരിയലിൽ മീഷോന്ന് പർച്ചേസ് ചെയ്ത ഒരു സാരിയാണിത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. എനിക്ക് 200-നകത്ത് മാത്രമേ ഈ സാരിക്ക് ആയിട്ടുള്ളൂ. നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ്. ആ ഒരു റേറ്റിന് അത് വർത്താണ്. വേറെ ഒരു ബുദ്ധിമുട്ടോ എനിക്ക് ആ സാരിയിൽ നിന്ന് ഞാൻ മേടിച്ച ശേഷം കണ്ടിട്ടില്ല. അതിൻ്റെ കൂടെ എനിക്ക് ബ്ലൗസ് പീസും ഉണ്ടായിരുന്നു. ബോഡിയിലൊക്കെ നല്ല ഹഗ് ചെയ്ത് കിടക്കുന്ന ടൈപ്പ് നല്ല സൂപ്പർ മെറ്റീരിയലാണ്. നമുക്ക് എന്താ പറയുക, ഒന്നും ഒരു കുറ്റം പറയാനില്ല. മീഷോന്ന് എനിക്ക് കിട്ടിയ നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്ന് ഒരു ഡിസൈൻ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സാരിയിലേക്ക് പല സ്ഥലത്ത് ഡിഫറെൻറ്റ് പൊസിഷനിലായിട്ട് ഞാൻ സ്കെച്ച് ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ ഫസ്റ്റ് ഗോൾഡൻ പെയിൻ്റാണ് ചെയ്തത്. ഗോൾഡൻ ഫാബ്രിക് പെയിൻറ്റും 0 നമ്പർ ബ്രഷുമാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ആദ്യം ഞാൻ ഈ ഞാൻ സ്കെച്ച് ചെയ്ത് വെച്ചിരുന്ന ഈ ഡിസൈനും ഞാൻ പെയിൻറ്റ് ചെയ്യാണ് ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ അക്ഷരമാലയിലോട്ട് പോയത്. ഈ ഗോൾഡൻ പെയിൻറ്റിങ് ചെയ്തേക്കുന്നത് മണ്ടേല ആർട്ടാണെന്ന് തോന്നുന്നു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് താഴെയായിട്ടാണ് ഞാൻ അക്ഷരമാലാസ് ആഡ് ചെയ്തേക്കുന്നത്. എല്ലാ അക്ഷരങ്ങളും മാക്സിമം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഔട്ട്ലൈനൊക്കെ കൊടുത്തതിന് ശേഷമാണ് അകത്ത് ഞാൻ കളറ് ഫില്ല് ചെയ്തത്. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അതുപോലെ ചില്ലക്ഷരങ്ങളും എല്ലാം ഞാൻ ഇതിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നും അധികം അങ്ങനെ വിട്ടിട്ടില്ല. എല്ലാ അക്ഷരങ്ങളും തന്നെ മാക്സിമം ഞാൻ ഈ സാരിക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനിത് 2 ദിവസം എടുത്തു. കാരണം മോള് ചെറുതാണ്. അപ്പോൾ അവൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ചില സമയങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചില സമയത്തൊക്കെ എനിക്കത് മാറ്റി വെക്കേണ്ടി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവൾ ഉറങ്ങുന്ന സമയത്ത് ഇരുന്ന് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതാണ് ഈ സാരി. അങ്ങനെ എൻ്റെ കണ്ണ് തെറ്റിയപ്പോൾ അവൾ എനിക്ക് തന്നൊരു പണിയാണിത്. ഒരു ചെറിയ സ്റ്റെയിൻ ആയിട്ടുണ്ട്. പിന്നെ ആ സ്റ്റെയിന് മാറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ അത് മാറിക്കിട്ടി. അങ്ങനെ ഞാൻ സാരി ഏകദേശം എല്ലാം ഫുള്ളാക്കി കഴിഞ്ഞു. ഞാൻ ചെയ്ത പെയിൻറ്റിങ്സിൽ എനിക്ക് ഒത്തിരി കോംപ്ലിമെൻറ്റ്സ് നേടിത്തന്നൊരു സാരിയാണിത്. എനിക്കത് ഭയങ്കര പ്രിയപ്പെട്ട ഒരു സാരിയായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് അത്രയും ഞാൻ ആഗ്രഹിച്ച് ചെയ്തതുമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്നെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തതുമാണ്. ഏറ്റവും ലാസ്റ്റ് ഞാൻ നമ്മുടെ സ്ലീവിൽ ഞാൻ അമ്മ എന്നാണ് എഴുതിയേക്കുന്നത്. ഇങ്ങനെയാണ് അകത്ത് 2 അമ്മ വരുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെയാണ് എൻ്റെ ഔട്ട്പുട്ട് വന്നേക്കുന്നത്. അങ്ങനെ 2 സ്ലീവിലും ഞാൻ അമ്മ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഫൈനൽ ലുക്ക് കണ്ടോളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.